ഒരു ചേട്ടനാണ്. 2 മക്കളുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ സായാഹ്ന കാലത്ത് ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ. അദ്ദേഹത്തിന് ചില ബന്ധുക്കൾ വിവരം അറിയിച്ചിനെ തുടർന്ന് ഞങ്ങളോട് എത്തിയത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീടിനകത്ത് കയറുന്നില്ല, അദ്ദേഹത്തെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. അദ്ദേഹത്തിന് മതിയായ സംരക്ഷണം മക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ഇത് കാലങ്ങനമാ പൊള്ളിയത്. വെള്ളം വേണം. ആരുമില്ലായിരുന്ന സമയത്ത് ചൂട് വെള്ളം ഉണ്ടാക്കി ഇങ്ങനെ കൈ തട്ടി മൂട്ടി വീണു. ചികിത്സിക്കാനൊന്നും പോയില്ലേ? ചികിത്സിക്കാൻ പോയി. വലിയൊന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. 5 ദിവസം കൊണ്ട് കാണിക്കുന്നു. വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ? എനിക്ക് ശ്വാസം മുട്ടുണ്ട്, കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇതുണ്ട്, ഈ സ്തംഭിതം പോലെ ഉണ്ട്. അല്ല, മാവനെ മക്കളെ നോക്കുന്നില്ലേ? ഒറ്റ മണിക്കളെ നോക്കണില്ല. ഞാനുള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗർഭിണിണ്ടാക്കി. ഇപ്പോഴത്തെ മക്കൾക്ക് കളഞ്ഞിട്ട് പോയി. എന്നും അതുപോലെ തന്നെ അപ്പുറം ഉള്ളവരൊക്കെയാണ് ഇവരൊക്കെ. ഇവർ പോലും തിരിഞ്ഞു നോക്കാൻ വയ്യ. 3-ാമത്തെ ഒരു അനിയനുണ്ടായിരുന്നു. കഴിഞ്ഞ ബനിയാന്ന് വന്നിട്ട് 2 ദോശ ഉണ്ടെന്നപ്പോൾ അത് പിടിച്ചു വെച്ച് ദൂരെ എറിഞ്ഞ്. ഒരു ഗതിയില്ല. ഭക്ഷണം കൊണ്ട് തരാനും സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനും സമ്മതിക്കില്ല. അന്ന് വലിച്ച് വെള്ളി ഇറങ്ങിയിട്ട് ഇത്രയൊക്കെ വിളിച്ചു. അങ്ങനെ പുള്ളി ഇറങ്ങിപ്പോയി. ഇത് പുള്ളി സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടല്ല, അവർ ആ പുള്ളി കിടന്ന് ഉറങ്ങിയപ്പം തിളപ്പിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താ. അങ്ങനെയാണോ എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ ഉറക്കത്തിലായിരുന്നു. ഉറങ്ങി കിടന്നപ്പോൾ ഒഴിച്ചു കൊടുത്താണ് വെള്ളം. ഛർദിയിലൊക്കെ കിടന്ന് ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ടു. ഇവിടെ ആ വസ്തു ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള വസ്തു ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തു. മൂത്ത മോൻ MBA-കാരനാണ്, മോൾ MSc-കാരൻ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി. ഒടുവിൽ അവരെല്ലാം നല്ല ലെവലിലായി. എന്നെ അങ്ങ് വിട്ടേക്ക് പോയി. നമസ്കാരം. വളരെ വിഷമം വരുന്നൊരു വാർത്തയാണ്. അത് റിപ്പോർട്ട് ചെയ്തവർക്ക് വളരെ നന്ദി. ഓരോ പ്രവാസികളുടെയും സ്ഥിതി ഇതാണ്. പ്രവാസ മേഖലയിൽ ഇരിക്കുമ്പോൾ അവരറിയുന്നില്ല. അവർ മാസം ശമ്പളം കിട്ടുന്നുണ്ട്, അത് നാട്ടിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ പ്രവാസികളായ എല്ലാവർക്കും ഒരു റിട്ടയർമെൻറ്റ് ടൈം, അതായത് ആരോഗ്യമില്ലാത്തൊരവസ്ഥ, ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമെന്നുള്ളത് മാത്രം അവർ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ SBIയുടെ ഒരു നല്ലൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ എടുക്കുക. SBIയുടെ റിട്ടയർമെൻറ്റ് പ്ലാന് നിങ്ങൾക്കെടുത്താൽ മരണം വരെ നിങ്ങൾക്ക് വെറും ഒരു 5 വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മാത്രം അടച്ചാൽ മതി. 5 വർഷം ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുക. അത് കഴിഞ്ഞാൽ 10ാമത്തെ വർഷം തൊട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഏത് വർഷം, ആ വർഷം മുതൽ നിങ്ങളൊരു പെൻഷൻ കിട്ടുന്നത്, നിങ്ങൾ ആയുഷ്കാലം, നിങ്ങളെ മരണം വരെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ പ്രവാസ മേഖലയിൽ ജോലി ചെയ്തപ്പോൾ എങ്ങനെ നിങ്ങൾ ജീവിച്ചോ അതേപോലെ വളരെ സന്തോഷമായിട്ട്, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരുടെയും ഇതുപോലുള്ള കുത്തുവാക്കുകൾ കേൾക്കാതെ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കണമെങ്കിൽ ഇന്ന് തന്നെ SBIയുടെ റിട്ടയർമെൻറ്റ് പ്ലാനിൽ ചേരുക. ഞാൻ പ്രവാസ മേഖലയിലെ ഒരു 10-20 വർഷത്തിൽ കൂടുതലുള്ള എക്സ്പീരിയൻസും ധാരാളം പ്രവാസികളായുള്ള ഇതിനേക്കാളും വളരെ കഷ്ടപ്പെടുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. അവരെ സഹായിച്ചിട്ടുണ്ട്, അവരെ നാട്ടിൽ പോകാനുള്ള ശേഷിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവാസ മേഖലയിലുള്ള നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. മാത്രമല്ല, ഞാനിപ്പോൾ SBIയിൽ ഈ റിട്ടയർമെൻറ്റ് പ്ലാനിനെ പറ്റി കേട്ടു. അത് വളരെ ഇതാണ്. മാത്രമല്ല, ഞാനും SBIയുടെ റിട്ടയർമെൻറ്റ് പ്ലാനിൽ ചേർന്നു. എനിക്കും മന്ത്ലി സന്തോഷകരമായിട്ടൊരു തുക കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ചേരുക. നിങ്ങൾ ഉടൻ തന്നെ SBI റിട്ടയർമെൻറ്റ് പ്ലാൻ എടുക്കാനായിട്ട് എല്ലാ പ്രവാസികളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു ജീവിതമേ ഉള്ളൂ, അത് നന്നായിട്ട് ജീവിക്കുക. ഭഗവാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. എപ്പോഴും ദൈവം നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ.